അവൻ്റെ ഭാഗത്തു നിന്നും പിന്നെ പ്രതികരണമൊന്നുമില്ലാത്തതുകൊണ്ട് അവൾ എഴുന്നേറ്റു പോകാൻ നിന്നതും പെട്ടെന്ന് അവളുടെ കയ്യിൽ ഒരു പിടി വീണു. അവൾ തിരിഞ്ഞു നോക്കാതെ തന്നെ അവൾക്ക് മനസ്സിലായി. അവളുടെ കഴുത്തിൽ ഒരു ചുടുനിശ്വാസം അറിഞ്ഞപ്പോൾ അവളൊന്ന് പിടഞ്ഞുപോയി. പെട്ടെന്ന് അവളുടെ കാതിൽ ആ വിളിയും അവളെ തേടി വന്നു. പാറു. ആ വിളി കേട്ടതും അവൾ വല്ലാത്ത ഒരു അവസ്ഥയിലായിപ്പോയി. 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ വിളി തന്നെ തേടി വന്നിരിക്കുന്നു. പെട്ടെന്നാണ് അവൻ അവളെ പിന്നിൽ നിന്നും പുണർന്നത്. ഓർമ്മകളിലായിരുന്നവൾ പെട്ടെന്ന് തന്നെ സ്വബോധത്തിലേക്ക് തിരികെ വന്നു. അവൾക്കൊന്ന് എതിർക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അതുപോലെയായിരുന്നു അവൻ അവളെ വരിഞ്ഞു മുറുക്കിയത്. അവളിൽ നിന്ന് യാതൊരു പ്രതികരണമില്ലാതെ വന്നപ്പോൾ അവൻ അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി വെച്ചു. എന്നിട്ട് അവൻ പതിയെ അവളെ വിളിച്ചു. പാറു. ആ വിളി, അതാണ് അന്നും ഇന്നും തന്നെ കൂടുതൽ തളർത്തുന്നത്. അവൾക്കൊന്ന് മൂളാൻ മാത്രമേ സാധിച്ചുള്ളൂ. എന്താണ് പാറൂട്ടിയെ, ഇച്ചായനെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകാമെന്ന് കരുതിയോ? ഇന്നോളം അവൻ്റെ മുഖത്ത് വിരിയാത്തൊരു കുസൃതി ചിരിയോടെ അവൻ അവളോടായി ചോദിച്ചു. പക്ഷേ ശ്രീയുടെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രതികരണവുമില്ലായിരുന്നു. അതൊന്നും കാര്യമാക്കാതെ അവൻ വീണ്ടും പറഞ്ഞു തുടങ്ങി. എന്നതാ എൻ്റെ കൊച്ച് ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഒന്നുമില്ലേലും എൻ്റെ പ്രാണനെ ഞാൻ 2 വർഷത്തിന് ശേഷം കാണുന്നതല്ലേ. ഞാൻ നിൻ്റെ അടുത്തില്ലെങ്കിൽ പോലും നിൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഇനി ഒരു കാത്തിരിപ്പുണ്ടാവില്ല. ഇച്ചായൻ ഉടൻ തന്നെ എൻ്റെ കൊച്ചിനെ സ്വന്തമാക്കും. അതിനു മുൻപ് ഇച്ചായൻ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഇച്ചായൻ വരും കൊച്ചിൻ്റെ അടുത്തേക്ക്. ശരിക്കും ഇപ്പോൾ എൻ്റെ പാറൂസിൻ്റെ മുൻപിൽ വരരുത് എന്ന് കരുതിയതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, വന്നുപോയി. അത്രയും പറഞ്ഞ് അവൻ അവളെ തിരിച്ചു നിർത്തി. അവൾ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അവളുടെ മുഖത്തെ ഓരോ ഭാവവും അവൻ്റെ കണ്ണുകൾ ഒപ്പിയെടുത്തു. അവളുടെ ഈ ഭാവം തന്നെയാണ് അവളിലേക്ക് തന്നെ അടുപ്പിച്ചത് പോലും. എല്ലാവരും തന്നെ ഒരു ഭയത്തോടെ മാത്രമേ നോക്കിയിട്ടുള്ളൂ. പക്ഷേ ആദ്യമായിട്ട് തൻ്റെ മുഖത്ത് നോക്കി യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ സംസാരിച്ച ഒരേ ഒരു വ്യക്തി അത് ഇവൾ മാത്രമാണ്. പിന്നെ പലയിടത്തും വെച്ച് അവളെ കണ്ടു. ഒടുവിൽ മനസ്സിലാക്കി താൻ കാണാൻ ഏറെ ആഗ്രഹിച്ച മുഖമാണ് എന്ന്. ഓരോന്നോർത്തുകൊണ്ട് അവൻ അവളെ ചേർത്ത് പിടിച്ച് മൂർധാവിലായി ചുംബിച്ചു. എൻ്റെ പാറു, ഇനി പൊക്കോ, പോയിട്ട് റെസ്റ്റ് എടുത്തോ. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന പാറുവിനെ നോക്കി അവളുടെ കവളിൽ ചെറുതായി തട്ടിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് പോയി. പാറു അവിടെ നിന്ന് നേരെ പോയത് അവളുടെ ക്യാബിനിലേക്കായിരുന്നു. അവിടെ തന്നെ ഡോക്ടേഴ്സിന് വേണ്ടി ഒരു പ്രൈവറ്റ് റൂം തന്നെയുണ്ട്. അവിടെ എല്ലാവിധ സംവിധാനങ്ങളുമുണ്ട്. ഡോക്ടേഴ്സിന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയും മറ്റും, പ്രത്യേകിച്ച് നൈറ്റ് ഡ്യൂട്ടി ഉള്ളവർക്ക്. അവൾ റൂമിൽ ചെന്നൊന്ന് ഫ്രഷായി വന്നിട്ട് അവൾ ബെഡിൽ കയറി കിടന്നു. അപ്പോൾ അവളുടെ ഓർമ്മകൾ മുഴുവൻ ഡെറിയെക്കുറിച്ച് മാത്രമായിരുന്നു. അവളുടെ ഓർമ്മകൾ പിന്നിലേക്ക് സഞ്ചരിച്ചു. അച്ഛൻ്റെയും അമ്മയുടെയും മരണം അത് തന്നെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ എത്തിച്ചിരുന്നു. അവിടെ നിന്ന് തന്നെ മാറ്റിയെടുത്തത് ദേവും അവളുടെ അമ്മയും മുത്തശ്ശിയും കൂടിയായിരുന്നു. അവർ ഒരു താങ്ങായി എപ്പോഴും അവളുടെ കൂടെ തന്നെ നിന്നു. അങ്ങനെ ഒരുവിധം തന്നെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ആ സമയമാണ് തനിക്കും ദേവുവിനും DK ഹോസ്പിറ്റലിൽ ജോലി കിട്ടുന്നത്. മുത്തശ്ശിയുടെയും അമ്മയുടെയും അനുഗ്രഹമെല്ലാം വാങ്ങി 2 പേരും തിരിച്ചു വീണ്ടും മുംബൈയിലേക്ക് തന്നെ വന്നു. അവിടെ തന്നെ സ്വന്തമായി ഒരു ഫ്ലാറ്റ് ഉള്ളതുകൊണ്ട് സ്റ്റേ വേറെ എങ്ങും നോക്കേണ്ടി വന്നില്ല. അങ്ങനെ ജോലിയൊക്കെയായി പഴയ ശ്രീ ആകാൻ ശ്രമിച്ചു. ഒരുവിധം അത് വിജയിക്കുകയും ചെയ്തു. മുത്തശ്ശിയും അമ്മയും എന്നും വിളിച്ച് വിവരങ്ങളൊക്കെ തിരക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോകുന്ന വഴിയായിരുന്നു. ഒരു സർജറി ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ അന്ന് അല്പം വൈകിയിരുന്നു. ദേവു നേരത്തെ തന്നെ അന്ന് ഫ്ലാറ്റിലേക്ക് പോവുകയും ചെയ്തു. ഫ്ലാറ്റിലേക്ക് പോകുന്ന വഴി കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് കാറിൻ്റെ മുന്നിലേക്ക് ഒരാൾ ചാടിയത്. അയാളുടെ പുറകെ തന്നെ കുറച്ച് കറുത്ത വസ്ത്രധാരികളും ഉണ്ടായിരുന്നു. എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ താൻ വേഗം തന്നെ കാറിൽ നിന്നും ഇറങ്ങി അവരോട് എന്തോ ചോദിക്കാൻ വന്നപ്പോഴാണ് ഒരു രൂപം ചൂളമൊക്കെ അടിച്ച് അങ്ങോട്ട് വന്നത്. ചുറ്റും എന്താ നടക്കുന്നതെന്നറിയാതെ പകച്ചു നിൽക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പോഴേക്കും അയാൾ താഴെ കിടക്കുന്ന അയാളുടെ അടുത്തേക്ക് വന്ന് മുട്ടുകുത്തിയിരുന്നു. കൂടെ അയാളോടെന്തോ പറയുന്നുമുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്നായിരുന്നു അവിടെ ഒരു വെടിശബ്ദം കേട്ടത്. എന്താ നടന്നത് എന്ന് മനസ്സിലാവാതെ അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്നത് കുറച്ചു മുൻപ് കണ്ട അയാൾ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതായിരുന്നു. അപ്പോഴേക്കും ആ വന്ന അയാൾ തൊട്ടടുത്ത് നിൽക്കുന്നവർക്ക് വേണ്ട നിർദ്ദേശം കൊടുത്ത് അയാൾ തൻ്റെ അടുത്തേക്ക് വരുന്നതെല്ലാം ശ്രീ കണ്ടു.
അപ്പോൾ അയാളുടെ മുഖത്ത് തീർത്തും ഗൗരവം മാത്രമായിരുന്നു മുന്നിട്ട് നിന്നത്. ഇവിടെ നടന്നത് ആരോടെങ്കിലും പറഞ്ഞാൽ ഈ DK ആരാണെന്ന് നീ അറിയും. അതുകൊണ്ട് മോള് ഇവിടെ ഒന്നും തന്നെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല, മനസ്സിലായല്ലോ? അവനൊരു താക്കീത് എന്ന പോലെ അത്രയും പറഞ്ഞിട്ടും യാതൊരു കുലുക്കവുമില്ലാതെ നിൽക്കുന്നവളെ അവനൊരു സംശയ രൂപേണ നോക്കി. ആ നിമിഷം തന്നെയാണ് അവൾ അവനോടായി ചോദിച്ചത്, കഴിഞ്ഞോ? ഗൗരവത്തോടെയുള്ള അവളുടെ ചോദ്യം കേട്ടതും അവൻ സംശയത്തോടെ അവളെ നോക്കി. എന്ത്? അവൻ അതേ സംശയത്തോടെ അവളോടായി ചോദിച്ചു. അല്ല, ഈ ഭീഷണിയൊക്കെ കഴിഞ്ഞോ? ബിസിനസ് വേൾഡിലെ ചെകുത്താൻ ആരേലും കൊന്നിട്ടുണ്ടേൽ അതിന് പിന്നിൽ എന്തേലും കാരണമുണ്ടാകും. അത് എന്ത് തന്നെയാണേലും എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. പിന്നെ എനിക്കിതിൻ്റെ പിന്നാലെ നടക്കാൻ ഒട്ടും സമയമില്ല താനും. അത്രയും പറഞ്ഞ് അവൻ്റെ മറുപടിക്ക് പോലും നിൽക്കാതെ അവൾ വേഗം തന്നെ വണ്ടിയെടുത്തുകൊണ്ട് അവിടെ നിന്നും പോയി. അവൾ പോകുന്നത് നോക്കി നിന്ന അവൻ്റെ ചുടികളിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. അപ്പോൾ അവൻ്റെ മനസ്സിൽ ഒന്നു മാത്രമായിരുന്നു, ഇന്ന് വരെ സൂര്യയല്ലാതെ ആരും തന്നെ തന്നോടൊരു ഭയവുമില്ലാതെ മുഖത്തു നോക്കി സംസാരിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് അവളുടെ മിഴികളിൽ യാതൊരു ഭയവും അവന് കാണാൻ കഴിഞ്ഞില്ല എന്ന് അവൻ അത്ഭുതത്തോടെ ഓർത്തു. അവളെ തന്നിലേക്ക് അടുപ്പിക്കുന്ന എന്തോ ഉണ്ട് എന്ന് അവന് തോന്നി. പെട്ടെന്ന് തന്നെ എന്തോ ഓർത്ത പോലെ അവൻ അലക്സിൻ്റെ നേർക്ക് തിരിഞ്ഞ് അവനെ വിളിച്ചു. അലക്സ്! ഡെറിയുടെ വിളി കേട്ടതും അലക്സ് വേഗം തന്നെ അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഐ നീഡ് ഹെർ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. തൻ്റെ അടുത്തേക്ക് വന്നവനെ നോക്കി ഗൗരവത്തോടെ ഡെറി പറഞ്ഞു. ഓക്കെ സാർ. ആദ്യം ഒന്നും മനസ്സിലായില്ലെങ്കിൽ പോലും പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അലക്സ് അവനോടായി പറഞ്ഞു. പിന്നെ അധിക നേരം അവിടെ നിൽക്കാതെ അവരോട് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ച് അവൻ അവിടെ നിന്ന് നേരെ മാർഷനിലേക്ക് പോയി. അപ്പോഴും അവൻ്റെ മുഖത്ത് അവൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. അന്ന് കണ്ടതിൽ പിന്നെ ശ്രീയും ഡെറിയും ഒരു തവണ പോലും നേരിൽ കണ്ടിട്ടില്ല. പക്ഷേ അവൾക്കായി ഒരു സുരക്ഷാ കവചം പോലെ അവൻ്റെ ആൾക്കാർ എന്നും അവൾക്ക് ചുറ്റും ഒരു നിഴൽ പോലെയുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ദേവു നൈറ്റ് ഷിഫ്റ്റ് ആയത് കാരണം അന്ന് രാത്രി പാറു ഒറ്റയ്ക്കായിരുന്നു ഫ്ലാറ്റിൽ. എന്നത്തേതും പോലെ രാത്രി ബാൽക്കണിയിൽ ഓരോന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് പുറത്ത് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടത്. ഈ നേരത്തെ ഇത് ആരാണ് എന്നറിയാതെ ശ്രീ ഒരു സംശയത്തോടെ ഡോറിൻ്റെ അടുത്തേക്ക് വന്നു. ഡോർ തുറക്കുന്നതിന് മുൻപായി അവൾ കീ ഹോളിൽ കൂടി ഒന്ന് നോക്കി. എന്നാൽ അവിടെ നിൽക്കുന്ന ഡെറിയെ കണ്ടപ്പോൾ ആദ്യം ഒന്ന് സംശയിച്ചു എങ്കിലും അവൾ പതിയെ ഡോറ് തുറന്നു. എന്താ? പുറത്ത് നിൽക്കുന്ന ഡെറിയെ നോക്കി തീർത്തും ഗൗരവത്തിലായിരുന്നു ശ്രീയുടെ ചോദ്യം. എന്നാൽ അവളെ ഞെട്ടിച്ചുകൊണ്ട് ശ്രീയെ മാറ്റി നിർത്തി അവൻ അകത്തേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തു. അവളെ നോക്കാതെ നേരെ പോയി അവിടെയുള്ള സോഫയിലായി ഇരുന്നു. എന്നാൽ ഇതെല്ലാം കണ്ട് കണ്ണും തള്ളി നിൽക്കുവാണ് ശ്രീ. ആദ്യത്തെ പകപ്പ് മാറിയതും പെട്ടെന്ന് ബോധം വന്നതുപോലെ ഡെറിയുടെ അടുത്തേക്ക് ചെന്ന് അവനോടായി ചോദിച്ചു. ഡോ, താൻ എന്താ ഈ കാണിക്കുന്നേ? എൻ്റെ പാറൂട്ടിങ്ങനെ ചൂടാവേണ്ട. ഇച്ചായൻ ഇപ്പോൾ വന്നത് എൻ്റെ കൊച്ചിനോടൊരു കാര്യം പറയാനാണ്. എൻ്റെ കൊച്ച് ഇവിടെ വന്നിരിക്കെ ഇച്ചായൻ പറയട്ടെ. അവളുടെ കയ്യിൽ പിടിച്ചടുത്തേക്കിരുത്തിക്കൊണ്ട് അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു. താൻ കളിക്കാതെ വന്ന കാര്യം പറയുന്നുണ്ടോ? അവൻ്റെ കൈ തട്ടിമാറ്റി അവൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മാറിയിരുന്ന് ഗൗരവത്തോടെ അവനോടായി ചോദിച്ചു. ശ്രീ യാതൊരു വിധത്തിലും അടുക്കുന്നില്ല എന്ന് കണ്ടതും ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് ഡെറി ശ്രീയുടെ അടുത്തേക്ക് കുറച്ച് ചേർന്നിരുന്നു. ശ്രീയാണേൽ എന്താ കാണിക്കുന്നേ എന്ന് മനസ്സിലാവാതെ അവനെ മിഴിച്ചു നോക്കിക്കൊണ്ടിരിക്കുവാണ്. പെട്ടെന്നാണ് അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചത്. ബോധം വന്ന ശ്രീ കുതറി മാറാൻ നോക്കിയെങ്കിലും അവൻ്റെ പിടുത്തം മുറുകിയതല്ലാതെ അയഞ്ഞില്ല. അടങ്ങിയിരിക്കെ പാറു, ഇച്ചായൻ പറയാനുള്ളത് പറയാതെ എൻ്റെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ മോചിപ്പിക്കില്ല. വീണ്ടും കിടന്ന് കുതറുന്നവളെ നോക്കി അടക്കി പിടിച്ചുകൊണ്ട് ഡെറി പറഞ്ഞു. അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അവൻ എന്താ പറയാനുള്ളത് എന്നറിയാൻ. അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും അവൻ പറഞ്ഞു തുടങ്ങി. പാറു, നിനക്കറിയോ, ഈ ഡെറി ഇന്ന് ഈ ലോകത്ത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം അതെന്താണെന്നറിയോ? നിന്നെ. ആഗ്രഹിച്ചത് എന്തും ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ മുംബൈ അടക്കി വാഴുന്ന ചെകുത്താനായി ഞാൻ മാറിയത് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ്. എൻ്റെ പണവും എൻ്റെ ശരീരവും ആഗ്രഹിച്ച ഒരുപാട് പേര് എൻ്റെ പുറകെ വന്നിട്ടുണ്ട്. അവരെയെല്ലാം ഞാൻ ആട്ടി ഓടിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ആദ്യമായി ഈ ഡെറിയുടെ മനസ്സിൽ കയറിക്കൂടിയ ഒരേ ഒരു പെണ്ണ് അത് നീയാണ്. അത് അന്നും ഇന്നും എല്ലാം നീ മാത്രമാണ്.
എനിക്ക് സ്വന്തമെന്ന് പറയാൻ ആകെയുള്ളത് സൂര്യ മാത്രമാണ്. ഇപ്പോൾ അവിടേക്ക് നീയും വന്നു. നിന്റെ സമ്മതമില്ലാതെ ഒരിക്കലും ഞാൻ നിന്നെ എൻ്റെ കൂടെ കൂട്ടില്ല. കാരണം എനിക്ക് നിന്റെ സന്തോഷമാണ് വലുത്. എന്നിൽ നിന്ന് ഒരു മോചനം നിനക്ക് ഒരിക്കലും സാധ്യമല്ല. നിന്റെ കൂടെ ഒരു നിഴൽ പോലെ ഞാൻ ഉണ്ടാകും. ഒരിക്കലും നിന്നെ തനിച്ചാക്കില്ല. ഇനി നമ്മൾ തമ്മിൽ കാണുന്ന ദിവസം നിന്നെ ഞാൻ എൻ്റെ സ്വന്തമാക്കും പാറു. അത്രയും പറഞ്ഞ് അവൻ അവളുടെ മൂർധാവിലായി അമർത്തി ചുംബിച്ചു. ആ ചുംബനത്തിൽ അവളുടെ കണ്ണുകൾ താനേ അടഞ്ഞുപോയി. പിന്നെ അവനൊരു വാക്കുപോലും പറയാതെ അവിടെ നിന്നും പോയി. പിന്നെ 2 വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് നേരിൽ കാണുന്നത്. പക്ഷേ ഒരു നിഴൽ പോലെ തനിക്ക് ചുറ്റും അവനുണ്ടായിരുന്നു. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദമാണ് ശ്രീയെ ഭൂതകാലത്തിൽ നിന്ന് തിരികെ കൊണ്ടുവന്നത്. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ദേവു ആണ് എന്ന് കണ്ടതും അവളൊരു ചിരിയോടെ ഫോൺ എടുത്തു. ശ്രീ, നീ എവിടെയാ പെണ്ണേ? ഞാൻ ദേ ഫ്ലാറ്റിൽ വന്നോട്ടോ. കോൾ എടുത്ത പാടെ ദേവു അവളോടായി പറഞ്ഞു. ദേവു, നീ എപ്പോഴാ എത്തിയേ? എനിക്കൊരു എമർജൻസി വന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ ഹോസ്പിറ്റലാണ്. ദേവുവിൻ്റെ ചോദ്യം കേട്ടതും ശ്രീ അവളോടായി പറഞ്ഞു. ഞാൻ എത്തിയിട്ട് കുറച്ചു നേരമായി. സ്പെയർ കീ ഉള്ളതുകൊണ്ട് ഡോർ തുറന്ന് അകത്ത് കയറി. നിന്നെ എവിടെയൊന്നും കാണാതെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി നീ ഹോസ്പിറ്റലായിരിക്കുമെന്ന്. ശ്രീയുടെ ചോദ്യം കേട്ടതും ദേവു അവളോടായി പറഞ്ഞു. നാട്ടിൽ പോയിട്ട് എങ്ങനെയുണ്ട്? അമ്മയ്ക്കും മുത്തശ്ശിക്കും സുഖാണോ? അവരൊക്കെ സുഖമായിരിക്കുന്നു. നിന്നെ കാണാത്തതിൻ്റെ പരിഭവം 2 പേർക്കുമുണ്ട്. അതൊക്കെ ഞാൻ മാറ്റിക്കോളാം. നീ നാളെ തൊട്ട് ഡ്യൂട്ടിക്ക് കയറില്ലേ? കയറും. നാളെ ഞാൻ അറ്റൻഡ് ചെയ്യേണ്ട 2 സർജറി ഉണ്ട്. അതുകൊണ്ട് വരുമ്പോൾ നിനക്ക് എന്തെങ്കിലും കൊണ്ടുവരണോ? എനിക്ക് ഫ്രഷ് ആകാൻ വേണ്ട ഡ്രസ്സും മറ്റും കൊണ്ട് നീ വരണം. കൊണ്ടുവരാം. നീ എന്താണേലും റെസ്റ്റ് എടുത്തോ. നാളെ കാണാം. ശരി, ബൈ. കോള് കട്ടായതും ഫോണ് സൈഡ് ടേബിളിലായി വെച്ചുകൊണ്ട് ബെഡിലേക്ക് കിടന്നു. ഓരോന്നോർത്തുകൊണ്ട് ശ്രീ പതിയെ മയക്കത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്തു. അവിടെ ഡെറിയും തൻ്റെ പാറുവിനെ ഓർത്ത് കിടക്കുകയായിരുന്നു. അപ്പോഴും അവൻ്റെ മനസ്സിൽ ഒരു കനൽ പോലെ തൻ്റെ സൂര്യയെ ഈ അവസ്ഥയിലാക്കിയവരെയെല്ലാം ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുമെന്ന് മനസ്സിൽ അവൻ ഉറപ്പിച്ചിരുന്നു.